أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تقولوا راعنا وقولوا انظرنا واسمعوا وللكافرين عذاب أليم. ما يود الذين كفروا من أهل الكتاب ولا المشركين أن ينزل عليكم من خير من ربكم والله يختص برحمته من يشاء والله ذو الفضل العظيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറത്തുൽ ബഖറയിലെ 105, 106 വചനങ്ങളാണ് നിങ്ങളിപ്പോൾ ശ്രവിച്ചത്. അർത്ഥം: സത്യവിശ്വാസികളെ, നിങ്ങൾ പ്രവാചകനെ അഭിസംബോധന ചെയ്തുകൊണ്ട് റായിന എന്ന് പറയരുത്, ഉന്തുർന എന്ന് പറയുകയും ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യുക. ഓർമ്മിക്കുക, സത്യനിഷേധികൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. വേദക്കാരിൽ നിന്നും ബഹുദൈവ വിശ്വാസികളിൽ നിന്നും പ്രവാചകന്മാരെ നിഷേധിച്ചിട്ടുള്ളവർ തങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് നിങ്ങൾക്കെന്തെങ്കിലും നന്മ ഇറക്കപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് തൻ്റെ കാരുണ്യം പ്രത്യേകമായി നൽകുന്നു. അള്ളാഹു മഹത്തായ അനുഗ്രഹത്തിൻ്റെ നാഥനാകുന്നു. കഴിഞ്ഞ ദർസുകളിൽ അള്ളാഹു മുസ്ലിങ്ങളോട് റായിന എന്ന് പറയരുതെന്നും ഉന്തുർന എന്ന് പറയണമെന്നും പറഞ്ഞതിൻ്റെ കാരണം എന്താണ് എന്നതിനെക്കുറിച്ചായിരുന്നു വിവരിച്ചിരുന്നത്. തുടർന്ന് ഈ ആയത്തിൻ്റെ അവസാനത്തിൽ പറയുന്നു, വസ്മഉ, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക, വൽ കാഫിരീന അദാബുൻ അലീം, ഓർമ്മിച്ചുകൊള്ളുക, സത്യനിഷേധികൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. ഇവിടെ വസ്മഉ എന്നതുകൊണ്ട് വ്യക്തമാക്കുന്നത് നാം എന്തെന്നാണോ കൽപ്പന നൽകുന്നത് അത് അംഗീകരിക്കുകയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യുക എന്നത് നിങ്ങൾക്ക് നിർബന്ധമാണ്. അതായത് വീണ്ടും വീണ്ടും അദ്ദേഹത്തോട് ചോദിക്കേണ്ട ആവശ്യം വരരുത്. കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. വസ്മഉ എന്നതിൽ ഈ 2 അർത്ഥങ്ങളും അടങ്ങിയിരിക്കുന്നു. അതായത് അള്ളാഹുവിൻ്റെ വാക്കുകളും കൽപ്പനകളും കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കുകളും കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക. അതിനുശേഷം പറയുന്നത് വലിൽ കാഫിരീന അദാബുൻ അലീം എന്നാണ്. ഇവിടെ കാഫിർ അഥവാ സത്യനിഷേധി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കാനും മുസ്ലിങ്ങളുടെ ഇടയിൽ മുനാഫിഖീയത്തിൻ്റെ വിത്ത് പാകാനും ശ്രമിക്കുന്ന യഹൂദികളാണ്. ഇവിടെ അള്ളാഹു വ്യക്തമാക്കുന്നത് അവർ ഈ ദുഷ്ടതകളിൽ നിന്നും പിന്തിരിയുന്നില്ല എങ്കിൽ വേദനാജനകമായ ശിക്ഷ അവരെ പിടികൂടുന്നതാണ് എന്ന കാര്യമാണ്. അതിനുശേഷം അടുത്ത ആയത്തിൽ പറയുന്നത്, വേദക്കാരിൽ നിന്നും ബഹുദൈവ വിശ്വാസികളിൽ നിന്നും പ്രവാചകനെ നിഷേധിച്ചിട്ടുള്ളവർ തങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് നിങ്ങൾക്കെന്തെങ്കിലും നന്മ ഇറക്കപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് തൻ്റെ കാരുണ്യം പ്രത്യേകമായി നൽകുന്നു. അള്ളാഹു മഹത്തായ അനുഗ്രഹത്തിൻ്റെ നാഥനാകുന്നു. ഈ ആയത്തിൽ വേദക്കാരും ബഹുദൈവ വിശ്വാസികളും നിങ്ങൾക്ക്, അതായത് മുസ്ലിങ്ങൾക്ക്, അള്ളാഹുവിൽ നിന്നും വല്ല നന്മയും ലഭിക്കുന്നത്, അള്ളാഹുവിൽ നിന്നും വല്ല അനുഗ്രഹവും ലഭിക്കുന്നത് ഒരിക്കലും തന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്ന കാര്യമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആഗ്രഹിക്കുന്നതും ശ്രമിക്കുന്നതും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആദരവും സ്നേഹവും മുസ്ലിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഇല്ലാതാക്കി അവരെ ഭിന്നിപ്പിച്ച് പരസ്പരം തമ്മിലടിപ്പിക്കണമെന്നും അങ്ങനെ അവരിലുണ്ടായിരുന്ന ഐക്യം ഇല്ലാതാക്കി മുസ്ലിങ്ങളുടെ ശക്തി ക്ഷയിപ്പിക്കണമെന്നുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കരുതിയിരിക്കേണ്ടതാണ്. എന്നാൽ അവരുടെ പരിഹാസവും ചിരിയും കാരണം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു നഷ്ടവും വരുത്താൻ അവർക്ക് സാധ്യമല്ല. മറിച്ച് അതിലൂടെ അവരുടെ തന്നെ ദുഷ്ടത പ്രകടമാവുകയാണ് ചെയ്യുന്നത്. വല്ലാഹു യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തമാക്കുന്നതും അതാണ്. അതായത് അവരുടെ അത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് അവർക്ക് ഒന്നും തന്നെ നേടാൻ സാധ്യമല്ല. തെറിവിളിച്ചാലും പരിഹസിച്ചാലും അവരുടെ അത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് അവർക്കൊന്നും നേടാൻ സാധ്യമല്ല. മറിച്ച് അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക്
അവൻ്റെ കാരുണ്യം പ്രത്യേകമായി നൽകുന്നവനാണ്. അവൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി തൻ്റെ കാരുണ്യം പ്രത്യേകപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എത്ര തന്നെ തെറി വിളിച്ചാലും പരിഹസിച്ചാലും ശരി, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയിക്കുക തന്നെ ചെയ്യുന്നതാണ്. വല്ലാഹു സുൽ ഫദ്ലിൽ അലീം, അതായത് അള്ളാഹു മഹത്തായ അനുഗ്രഹത്തിൻ്റെ നാഥനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തമാക്കുന്നത് അവൻ്റെ അനുഗ്രഹം എല്ലാവർക്കുമുള്ളതാണ്. നിങ്ങളും തൗബ ചെയ്തുകൊണ്ട് മടങ്ങുകയാണെങ്കിൽ അവൻ നിങ്ങൾക്കും അവൻ്റെ കാരുണ്യം ആസ്വദിപ്പിക്കുന്നതാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.